ശേഷമാണ് പിന്നെ ഇവിടെ പായസം കുടിക്കൽ എല്ലാവർക്കും. ഫസ്റ്റ് ബസിച്ച കൊടുക്കും എന്തുണ്ടെങ്കിലും, എന്നിട്ട് അതിന് ബാക്കിയുള്ള ടേസ്റ്റ് നോക്കും. എങ്ങനെ എങ്ങനെ ഇപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും വിളമ്പാല്ലേ? കുറവില്ല കൂടുതലില്ല. അപ്പൊ ഏതെങ്കിലും ഒന്ന് മതി. കറക്റ്റ് ഓക്കെ. അപ്പൊ സെറ്റ്. അപ്പൊ ബസിച്ച പാസ്സാക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അതിൽ തന്നെ പോയിക്കോ ഫസ്റ്റ്. അപ്പൊ ഗൈസ് അപ്പൊ നമ്മൾ പായസം ഉണ്ടാക്കുന്നതാണ്. പായസം ഉണ്ടാക്കാൻ നമുക്ക് എങ്ങനെയാന്ന് അറിയില്ല. അപ്പൊ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. ഈ പായസം ഉണ്ടാക്കുന്നത് ഭയങ്കര ഉപകാരമാണ്. യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടി തന്നെ വേറെ പായസം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ളി വേണം. പച്ചമുളകില്ല ചൂടാക്കിയ ശേഷം അതിലോട്ട് തേങ്ങ ഇതുപോലെ തേങ്ങ കുറുകുറുന്നാന്ന് അരിയുന്നുണ്ട്. തേങ്ങ അരിയുന്നുണ്ട് റാഷിദ്. അപ്പൊ നമ്മൾ ഇന്ന് എന്ത് പായസം ഉണ്ടാക്കുന്ന റാഷി? ചെറുപയർ അല്ലേ? ഇതാ 4 തേങ്ങന്റെ ചെരവ. അപ്പൊ ഷിയാബായിയുടെ കുഗ്രാമത്തിൽ നിന്നാണ് റാഷി നമ്മുടെ അവരുടെ നാട്ടിന്റെ ആ പാരമ്പര്യമുള്ള ചെറുപയർ പായസമാണ്. ചെറുപയർ പായസം അല്ലേ? പായസത്തിലുള്ള ബെല്ലോട് ഓള് പറയുന്ന നേരം കേട്ടോ. ഇഷ്ടമുണ്ട് ഇഷ്ടമല്ല ശർക്കര. ഓക്കെ പറയാം. ഏലക്കപ്പൊടി, ചെറുപയർ പരിപ്പ്, ഇതിട്ടോ ഗീ നല്ലതാണ്. കുറച്ച് ഇത് വേണം, കൊത്തുവേണം, തേങ്ങ കൊത്തോണം. ഒരു ഭാഗത്ത് ഓറഞ്ച്. എന്ത് പറയാനുള്ള പറയും നല്ല ഇത് പറയും. ഓറഞ്ച് റാമിസ് അല്ലെ? പിരാന്തൻ ഓറഞ്ച്. ഒന്നിട്ട് പറയാം. സൂപ്പറാ. അടിപൊളി ഓറഞ്ച്. അടിപൊളിയാ. പഠിച്ചിട്ടാ. കിലോന് 5 ദിറംസ് ഗായ്സ്. ഓഫർ അതാ ഇന്നെ മുറിച്ച് തീർക്കട്ടെ. അപ്പൊ നാളെ മുറിക്കാലോ. മറ്റേ ഗ്യാസ് ഓർക്കടാ. പായസം ഭദ്രോ ഉള്ളിൽ പോയിക്കോട്ടെ. ഇവിടെ വേണം വേറെ മുറിക്കാം. അപ്പോൾ ഗായ്സ് ഇതാ പായസത്തിന്റെ എത്രാമത്തെ ഘട്ടം? ഇത് രണ്ടാമത്തെ ഘട്ടമാണ് ഗായ്സ്. ഇതവിടെ ബെല്ലത്തിന്റെ വെള്ളം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ സ്വിസ് മുന്തിരി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലെന്തല്ല ചെറുപരിപ്പാ? ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ്. ഇതിലാന്നുള്ളത് പായസത്തിന്റെ ഇത് കുറേ അതിനുള്ള ഇത് വെള്ളം കുറച്ച് പായസം എല്ലാ ഇൻഗ്രീഡിയൻറ്റും പായസം ഒന്നൊന്നര പായസാട്ടാ ഇത്. പാൽ പായസമല്ല, ശർക്കര പായസം. തേങ്ങാപ്പാൽ തേങ്ങാക്കൊത്ത് കുടിച്ചാൽ നല്ല മാങ്ങിയിട്ടങ്ങ് ഉറക്കം വരും. അത്രക്കും നല്ല പായസം. അതിന് നല്ല മധുരമായി. അടിപൊളി പസിച്ച. അങ്ങനെ പായസം റെഡി ആയിരിക്കുകയാണ്. പായസം ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് ബസീച്ച കൊടുക്കുന്നുണ്ട്. പായസം ടേസ്റ്റ് നോക്കാന് നമ്മല്ലേ ബസീച്ച കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഇവിടെ പായസം കുടിക്കൽ എല്ലാവർക്കും. ഫസ്റ്റ് ബസീച്ച കൊടുക്കും എന്തുണ്ടെങ്കിലും, എന്നിട്ട് അതിന് ബാക്കിയുള്ള ടേസ്റ്റ് നോക്കും. എങ്ങനെ ഇപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും വിളമ്പാല്ലേ? കുറവില്ല കൂടുതലില്ല. അപ്പൊ ഏതെങ്കിലും ഒന്ന് മതി. കറക്റ്റ് ഓക്കെ. അപ്പൊ സെറ്റ്. അപ്പൊ ബസിച്ച പാസ്സാക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അതിൽ തന്നെ പോയിക്കോ. ഫസ്റ്റത്തെ പായസം ബസിച്ചാക്കന്നെ അല്ല ബസിച്ചാക്ക് കൈമാറിയിരിക്കുകയാണ് ഗൈസ്. ഇതാ നമ്മളെ ഇത് അല്ലെ കണ്ണൂർ തളിപ്പറമ്പിന്റെ ഓമനപുത്രൻ ഉണ്ടാക്കിയ പായസം. ശ്രീകണ്ഠപുരം അല്ലെ? ശ്രീകണ്ഠാപുരം.
അപ്പോൾ പായസം ഓക്കെ ആണെന്ന് പറഞ്ഞ് ബാക്കി എല്ലാവർക്കും ഇവിടെ പായസം റെഡി. റാഷിദ് നാട്ടിൽ പോയിട്ട് വന്നിട്ടുള്ള ആദ്യത്തെ പായസം. ഇത് ഞാൻ പായസം വാങ്ങുകയാണ്. ആര് നല്ല പായസം, അടിപൊളി പായസം. എന്താ നമ്മളെ പായസം വിളമ്പുന്നത് നമ്മളെ കല്ലൂരാവിന്റെ ഓമനപുത്രനായ ഷിയാബായി. ഇതാ നാട്ടിൽ സംസ്ഥാന സമ്മേളനം നടത്തുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബേജാറിൽ എല്ലാവരും ഇവിടെ പായസാക്കുകയാണ്, പോകാൻ കഴിയാത്ത ബേജാറിൽ.